ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചോട്ടെ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാരണം ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദൃശ്യം എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത്. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് അതൊരു ഫെനോമിനാണ്. അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സും ആ മുഖങ്ങൾ കാണുന്നത്, അത് നമ്മുടെ കുഞ്ഞ് മാത്രമല്ല, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞുങ്ങളുടെ മുഖവും അത് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു ജീവിതയാത്ര, ആ ഒരു സമയത്ത് ആ കുഞ്ഞ് വരി നിഷ്കളങ്കമാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്, ശരിയല്ലേ? അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ വളർച്ച, അവരുടെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായി പാരൻസായ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായാൽ മാത്രമാണ് അവർ ഓരോ വളർച്ചയിലും അവരുടെ മനസ്സിലേക്ക് നമ്മൾ കുത്തിവെക്കുന്നതാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മളുടെ പ്രഷറും നെഗറ്റീവും ആണ് അവർ കാണുന്നതെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ആയിരിക്കും ആ കുഞ്ഞുങ്ങളിൽ, ശരിയല്ലേ? അപ്പം നമ്മളിൽ നിന്ന് വരുന്ന നല്ല ഏതൊരു വിത്ത് വിതയ്ക്കുമ്പോഴും ആ നല്ല വിത്തുകളല്ലേ മുളയ്ക്കുള്ളൂ. അതുപോലെ ആ നല്ല മനോഹരമായി ഈ ഭൂമിയിലേക്ക് ഹാപ്പിനെസ്സായി വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്ന നല്ല അറിവുകളും നല്ല നന്മകളും കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ കുഞ്ഞിൽ നന്മയുടെ ഒരു വൻ വൃക്ഷമായി അവർ വളർന്ന് വലുതായി മറ്റ് മുന്നോട്ടുള്ള തലമുറയ്ക്ക് ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറുന്നത്, ശരിയല്ലേ? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഒരു ജീവിതയാത്രയിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പം ജീവിതത്തിൽ പലരും പല ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെയും കല്ലും മുള്ളും നിറഞ്ഞ കഠിനമായ വഴികളിലൂടെയൊക്കെ കടന്നു വന്നവരായിരിക്കാം. എല്ലാവരും ജീവിതം ഒരേപോലെയല്ല. ഇപ്പം ഒരു പഴമൊഴിയുണ്ട്, മെനി ഹെഡ്സ് ആർ മെനി മൈൻഡ്. നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡ് വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ ചിന്താഗതിയും വ്യത്യസ്തമാണ്. അപ്പം നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മളായിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വേറൊരാളാകാനേ പറ്റത്തില്ല. അപ്പം എല്ലാ മനുഷ്യരിലും വളരെ വ്യത്യസ്തമായ കഴിവുകളും അതെല്ലാം ഓരോരുത്തരുടെയും എനർജി പോലെ തന്നെ ഓരോരുത്തരുടെയും എൻകറേജ്മെൻറ്റും അവരവരുടെ സ്വന്തം മൈൻഡ് സെറ്റപ്പൊക്കെ പോലെയാണ് ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയും അതൊക്കെ വരുന്നത് അവരതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യുക. നമുക്ക് ഈ ലോകത്തെ മൊത്തം നമുക്ക് മാറ്റാനോ നമുക്ക് ലോകത്തിന് മൊത്തം നമ്മളെ കൊണ്ട് ചെയ്യും പല കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മുടെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ കുടുംബം കഴിഞ്ഞിട്ട് നമുക്ക് എന്തും വരുന്നുള്ളൂ. ഒരു കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുടുംബം ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ആരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് പുറമേ സംസാരിക്കുമ്പോഴും ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ ആരോട് സംസാരിക്കുമ്പോഴും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു വയലൻ്റായ ഒരു സിറ്റുവേഷനാണ് സൃഷ്ടിക്കുന്നത്. മീൻസ് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. So don't forget to like, share and subscribe and turn on post notifications if you're new. Peace.